أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم عبده ورسوله أشرف مولود. صلى الله وسلم على سيدنا ومولانا محمد وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وسيق الذين كفروا إلى جهنم زمرا حتى إذا جاءوها فتحت أبوابها وقال لهم خزنتها ألم يأتكم رسل منكم يتلون عليكم آيات ربكم وينذرونكم لقاء يومكم هذا. قالوا بلى ولكن حقت كلمة العذاب على الكافرين. قيل ادخلوا أبواب جهنم خالدين فيها فبئس مثوى المتكبرين. صدق الله مولانا العظيم. نبينا الأمير نهي فلا أحد أبر في قولي لا منه ولا نعمي. مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. هو الحبيب الذي ترجى شفاعته لكل هول من الأحوال مقتحم. مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. الله سبحانه وتعالى നമ്മുടെ ഈ മഹത്തായ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള സദസ്സായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ കലാമാകുന്ന ഖുർആൻ അല്ലാഹുവിൻ്റെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കിക്കൊടുത്തതിനെ സംബന്ധിച്ച് പറയുകയും
ആ ഖുർആൻ എന്തിനാണ് ഇവിടെ ഭൂമി ലോകത്തുള്ള മനുഷ്യർക്ക് അവതരിപ്പിച്ചത് എന്ന് വ്യക്തമായി ബോധ്യപ്പെടുത്തി തരികയും ചെയ്തു. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ് വലം യജ്അൽ ലഹു ഇവജാ ഖയ്യിമൻ ലിയുൻദിറ ബഅസൻ ശദീദാ. എല്ലാ ആളുകൾക്കും, ലോകത്തുള്ള സർവ ആളുകൾക്കും മാർഗനിർദ്ദേശം നൽകുന്ന, നല്ല വഴിയിലേക്ക് ആളുകളെല്ലാം നയിക്കുന്ന പരിശുദ്ധമായ ഖുർആൻ. ലിയുൻദിറ ബഅസൻ ശദീദാ. സത്യനിഷേധികളായ ആളുകൾക്ക്, വിശ്വാസമില്ലാത്ത ആളുകൾക്ക് വലിയ മുന്നറിയിപ്പ് നൽകുകയാണ്. ലിയുൻദിറ ബഅസൻ ശദീദാ. ശക്തമായ കഠിനമായ ശിക്ഷയാണ് അവർക്കുള്ളത് എന്ന മുന്നറിയിപ്പ്. അദാബൻ ശദീദാ. ശക്തമായ, താങ്ങാൻ കഴിയാത്ത, ഇപ്പോൾ എത്ര തന്നെ അതിൻ്റെ ഗൗരവം അവതരിപ്പിച്ചാലും അത് നമുക്ക് ബോധ്യപ്പെടുന്നില്ല. പക്ഷേ ആ ശിക്ഷയുടെ കാഠിന്യം വലിയ രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത്. അല്ലാഹുവിൻ്റെ അദാബ്, അതിനെ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പ് വ്യക്തമായി അല്ലാഹു തആല ഖുർആനിലൂടെ നൽകിയിട്ടുണ്ട്. ഇവിടെ മുൻകഴിഞ്ഞുപോയ അമ്പിയാക്കളുടെ അനുയായികളായ പലരും ആ നബിമാരെ വിശ്വസിക്കാതെ അവരെ ആക്രമിക്കുകയും കൊന്നുകളയുകയും പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പല ശിക്ഷയും അവർക്ക് ദുനിയാവിൽ വെച്ച് തന്നെ നൽകിയിട്ടുണ്ട്. ആഖിറത്തിൽ വേറെയും നൽകാനുണ്ട്. എന്നാൽ ഇപ്പോൾ അങ്ങനെയുള്ള വലിയ ശിക്ഷകളൊന്നും അല്ലാഹു തആല ദുനിയാവിൽ വെച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന്റെ ഒരു പ്രത്യേകതയാണ് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കെ ഈ ഉമ്മത്തിനെ അല്ലാഹു തആല പാടെ നശിപ്പിക്കുകയോ മുൻകഴിഞ്ഞ സമുദായത്തിലെ മുൻകഴിഞ്ഞുപോയ അമ്പിയാക്കളിലെ അവരുടെ പ്രബോധിതരായ ആളുകളിലെ അക്രമകാരികളെ നശിപ്പിച്ചതുപോലെ പാടെ നശിപ്പിക്കുകയോ ചെയ്യുന്നില്ല. അത് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്തിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. മുമ്പ് അങ്ങനെയായിരുന്നില്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരുപാട് കാലം ആളുകളെ ദീനിലേക്ക് ക്ഷണിച്ചു. പലരും കടന്നു വന്നു. പലരും നൂഹ് നബി അലൈഹി സ്വലാമിന് എതിരായി പ്രവർത്തിച്ചു. അപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്തു. അവർക്ക് കഠിനമായ ശിക്ഷ, വലിയ പ്രളയം വന്ന് അവരെ എല്ലാം അല്ലാഹു തആല നശിപ്പിച്ചു. എന്നാൽ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടാകും, ഇപ്പോഴും ഇല്ലേ പ്രളയവും ഉരുൾപൊട്ടലും അഗ്നിബാധയും അതുപോലെ ഭൂമി കുലുക്കവും
അങ്ങനെ പലതും ഇപ്പോഴും നടക്കുന്നില്ലേ? പക്ഷേ അതൊന്നും അള്ളാഹുവിന്റെ കഠിനമായൊരു ശിക്ഷയോ അദാബോ ആയിട്ടല്ല. അതെല്ലാം പരീക്ഷണമായിട്ട് അള്ളാഹു നൽകുന്ന ചില മുന്നറിയിപ്പുകൾ മാത്രമാണ്. അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങിയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല. ഇപ്പോൾ അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പാടെ നശിപ്പിക്കുന്ന രൂപത്തിലുള്ള ശിക്ഷ ഇറക്കുകയില്ല. അതുകൊണ്ട് അല്ലാഹുവിനെ പേടിക്കാതെ ജീവിക്കാം എന്ന ഒരു തോന്നൽ ആർക്കും വേണ്ട. ഇവിടെയല്ലെങ്കിലും നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ തെറ്റുകൾക്കും ശിക്ഷ വിധിക്കും. ലിയുൻദിറ ബഅസൻ ശദീദാ, വളരെ കഠിനമായ ശിക്ഷ എല്ലാവർക്കും ഉണ്ട്, സത്യനിഷേധികളായ ആളുകൾക്കുണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ശരിയായ രൂപത്തിൽ ഇവിടെ ജീവിച്ചില്ല എങ്കിൽ വിശ്വാസികളായ ആളുകളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് പരലോകത്ത് ശിക്ഷയുണ്ട്. അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങളെ അനുസരിക്കാതെ ജീവിച്ചാൽ അവർക്കും കഠിനമായ ശിക്ഷയുണ്ട്. സൂറത്തു മറിയമിൽ നമുക്ക് കാണാം, പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫ് അളാഉസ് സ്വലാഹ വത്തബഉസ് ശഹവാത് ഫസൗഫ യൽഖൗന ഗയ്യാ. കാലം ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ ഒരു സമൂഹം അതിന് പിറകെ മറ്റൊരു സമൂഹം, ഇങ്ങനെ കാലം കഴിഞ്ഞു പോകുമ്പോൾ ആളുകൾ മാറി മാറി വരും. അങ്ങനെ അവരുടെ സ്വഭാവത്തിൽ പെട്ടതാണ് അളാഉസ് സ്വലാത്ത, അവര് നിസ്കാരത്തെ കൈയൊഴിച്ചു, നിസ്കാരം നഷ്ടപ്പെടുത്തി. അവർ അവരുടെ വികാരങ്ങൾക്ക് വഴിപ്പെട്ടിരിക്കുന്നു. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞതാണ്, നിസ്കാരം നഷ്ടപ്പെടുത്തിയ ആളുകൾക്കുള്ള ശിക്ഷയെ സംബന്ധിച്ച് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു ഫസൗഫ യൽഖൗന ഗയ്യാ. അവർ ഗയ്യ് എന്ന് പറയുന്ന ഭയാനകരമായ നരകത്തെ അഭിമുഖീകരിക്കുക തന്നെ ചെയ്യും. എന്താണ് ഈ ഗയ്യ് എന്ന് പറയുന്ന നരകം? മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചു, ഗയ്യ് എന്ന് പറഞ്ഞാൽ നരകത്തിലുള്ള ആഴമേറിയ ഒരു സമുദ്രമാണ്, വളരെ കൂടുതൽ ആഴമുള്ളതാണ്. ആ ആഴമേറിയ സമുദ്രത്തിൽ നിന്ന് അഗ്നിയാൽ ഉള്ള നരകമാണല്ലോ. ആ അഗ്നിയിൽ നിന്ന് ഒരു ചെറിയ അംശം, ഒരു തുള്ളി എന്ന് പറയുന്ന വലിപ്പം അതെങ്ങാനും ദുനിയാവിലേക്ക് പതിച്ചാൽ ലഹലക അഹ്ലുദ് ദുനിയാ കുല്ലുഹും, ദുനിയാവിലുള്ള മുഴുവൻ ആളുകളും നശിച്ചു പോകും. ഒരു തുള്ളി, നമ്മളെ വെള്ളത്തിന്റെ ഒരു മഴത്തുള്ളിക്ക് സമാനമായ ഒരു തുള്ളി നരകത്തിൽ നിന്ന് ദുനിയാവിലേക്ക് പതിച്ചാൽ ലഹലക അഹ്ലുദ് ദുനിയാ കുല്ലുഹും, ദുനിയാവിലുള്ള സർവരും നശിച്ചു പോകുന്ന അത്രയും കഠിനമായ ശിക്ഷ നരകത്തിൽ. ആർക്ക്? അല്ലാഹു സ്വലാഹ, നിസ്കാരം നഷ്ടപ്പെടുത്തിയ ആളുകൾക്ക്. ഒരൊറ്റ നിസ്കാരവും ഒരു മുഅ്മിനിനും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ നിസ്കാരമുണ്ടെങ്കിൽ മരിക്കുന്നതിന്റെ മുമ്പ് അത് നമ്മൾ ഖളാ വീട്ടണം.
ഖളാ വീട്ടണം. കാരണത്തോടുകൂടി ഖളാ ആയ നിസ്കാരമാണെങ്കിൽ അതിനെ പിന്തിക്കുന്നത് കൊണ്ട് കുറ്റമില്ല എങ്കിൽ, കാരണം ഇല്ലാതെ ഖളാ ആക്കിയ നിസ്കാരത്തെ ഒരു സെക്കൻഡ് പോലും പിന്തിക്കാൻ പാടില്ല. ആ നിസ്കാരം ഖളാ വിട്ടാതെ വേറെ ഒരു സംഗതിയും ചെയ്യാൻ പാടില്ല. ചില ആളുകൾ തറാവീഹ് നിസ്കരിക്കൂല. എന്താ അത് തറാവീഹ് നിസ്കരിക്കണ്ടെന്നൊരു വയൽ കേട്ടിക്ക്. കാരണം സുന്നത്ത് നിസ്കരിക്കല് ഹറാമാണ്. കാരണം ഫർള് നിസ്കാരം ഖളാ ഉണ്ടെങ്കിൽ, എന്നാ പിന്നെ ഇങ്ങനെ ഫർള് ഖളാ വീട്ടുന്നുണ്ടാ? അതൊട്ട് വീട്ടുന്നില്ല. പിന്നെ നല്ല ചുളിവില് തറാവീഹ് നിസ്കരിക്കാതെ ഇങ്ങനെ നമ്മൾ നഷ്ടപ്പെട്ടു പോയ തറാവീഹ് നിസ്കരിക്കാതിരിക്കൽ ഒരു സംഗതിയും ചെയ്യാൻ പറ്റൂല. പേപ്പർ വായിക്കാം, പുരയിൽ വെറുതെ ഇരിക്കുക, വാട്സപ്പ് നോക്കുക, ഒരു സംഗതിയും പറ്റൂല. എല്ലാം ഹറാമാണ്. ജീവിക്കാൻ ആവശ്യമായ ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, അതിനാവശ്യമായ തൊഴിലെടുക്കുക, ആ കാര്യമല്ലാതെ വേറെ ഒരു സംഗതിയും ചെയ്യാൻ പറ്റൂല. ഇതാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ഈ നിസ്കാരം മുഴുവനായും ഖളാ വീട്ടണം. അത് എത്ര കൂടുതലാണെങ്കിലും ഖളാ വീട്ടണം. നമുക്ക് അതിനൊരു കണക്കില്ല. എത്രയോ ഖളാ ആയി പോയിട്ടുണ്ട്. അപ്പൊ നമ്മള് ഒരു ഏകദേശം കണക്ക് കൂട്ടിയിട്ട് അതെല്ലാം ഖളാ വീട്ടണം. ബാക്കി അല്ലാഹു തആല അവന്റെ ഔദാര്യമായി നമുക്ക് വിട്ടുവീഴ്ച ചെയ്ത് തരും. എങ്ങനെയാകുമ്പോ നമ്മൾ ധാരാളം സുന്നത്ത് നിസ്കരിക്കുന്നവരാണെങ്കിൽ. നാളെ ആഖിറത്തിൽ ഒരു രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഈ മലക്കുകൾ അവരുടെ ഓരോ ആളുകളുടെയും ഹിസാബ് എടുത്ത് അവരെ നിസ്കാരം കുറെ നഷ്ടപ്പെടുത്തിയ ആളാണ് ഇയാളെ നരകത്തിലേക്ക് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പൊ അല്ലാഹു കാരുണ്യവാനായ റബ്ബ് മലക്കുകളോട് പറയാണ്, അവരുടെ ഏടിൽ സുന്നത്ത് നിസ്കാരങ്ങൾ വല്ലതും ഉണ്ടോ? ആ സുന്നത്ത് നിസ്കാരം കുറെ ഉണ്ട്. എന്നാൽ ആ സുന്നത്ത് നിസ്കാരത്തെ ഫർളാക്കി മാറ്റിയിരിക്കുന്നു. അതിനെ ഫർളിന്റെ സ്ഥാനത്തേക്ക് വെച്ചത് ആ ഗ്യാപ്പ് അടച്ച് അവരെ നിങ്ങൾ രക്ഷപ്പെടുത്തിക്കോ എന്ന് കാരുണ്യവാനായ അല്ലാഹു പറയുന്നു. അപ്പൊ അത് നമുക്ക് ഉറപ്പില്ലാത്ത, നമ്മള് പരമാവധി നമ്മൾ ആലോചിച്ച് നഷ്ടപ്പെട്ടു പോയതൊക്കെ ഖളാ വീട്ടി. പിന്നെ നമ്മൾ അറിയാതെ എത്രയോ ഖളാ ആയതുണ്ടെങ്കിൽ അതിനെ സുന്നത്തിനെ എടുത്തിട്ട് ഫർളാക്കി മാറ്റിയിട്ട് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരും എന്ന് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരാൾക്കും ഇവിടെ നിസ്കാരം നഷ്ടപ്പെടുത്താൻ വകുപ്പില്ല. ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ പോകുന്നില്ല. എന്നാൽ ആ നിസ്കാരം നഷ്ടപ്പെടുത്തിയ ആളുകൾക്കുമുള്ള ശിക്ഷ വലിയ കഠിനമായ ശിക്ഷയാണ്. അവരെ അതാ നരകത്തിന്റെ ആഴമേറിയ അതികഠിനമായ ചൂടുള്ള സുബ്ഹാനല്ലാഹ് ഭയാനകരമായ നരകം അവരെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ഫസൗഫ യൽഖൗന ഗയ്യാ, ഗയ്യ് എന്ന് പറയുന്ന ഭയാനകരമായ നരകത്തെ അവര് അഭിമുഖീകരിക്കുക തന്നെ ചെയ്യും. ഈ മുന്നറിയിപ്പാണ് പരിശുദ്ധ ഖുർആൻ നൽകുന്നത് എല്ലാ ആളുകളും. ലിയുൻദിറ ബഅസൻ ശദീദാ, വളരെ ശക്തമായ കഠിനമായ ശിക്ഷ നിങ്ങൾക്കുണ്ട്. അല്ലാഹുവിനെ സംബന്ധിച്ച്, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച്, അതുപോലെ പരിശുദ്ധമായ മതത്തിന്റെ മറ്റ് എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും ഇവിടെ എല്ലാവർക്കും ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടും അതെല്ലാം നിഷേധിക്കുന്ന ആളുകൾക്ക് നാളെ പരലോകത്ത് നൽകപ്പെടുന്ന ശിക്ഷ കഠിനമാണ്. ബഅസൻ ശദീദൻ അദാബൻ ശദീദാ,
അതിലേറ്റവും കഠിനമായ ശിക്ഷയാണ് നരകത്തിലെ ശിക്ഷ. ഖബറിലെ അദാബ് വേറെയുണ്ട്, പരലോകത്ത് അല്ലാഹ് ആഖിറത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ വേറെയുണ്ട്. എന്നാൽ നരകത്തിന്റെ ശിക്ഷ എന്ന് പറയുന്നതിന് ഏതെങ്കിലും ഒരു കാലം അത് അവസാനിക്കുമെന്ന പ്രതീക്ഷയുണ്ടോ? ഒരിക്കലും അവസാനിക്കുകയില്ല. ഇന്ന ഡേറ്റിൽ അത് തീരുന്നു എന്ന് പറയാനോ, അല്ലെങ്കിൽ 10 കൊല്ലമാണെന്ന് പറയാനോ, അല്ലെങ്കിൽ 20 കൊല്ലമാണെന്ന് പറയാനോ ഒരു എൻഡ് ഇല്ലാതെ കാലാകാലം എന്ന് നമ്മൾ പറയുമ്പോൾ അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ നമ്മൾ പറയും ഒരാൾക്ക് രോഗം ബാധിച്ചു, അത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. അള്ളാഹു എല്ലാ രോഗങ്ങളിൽ നിന്നും നമുക്ക് കാവൽ നൽകട്ടെ. രോഗം ബാധിച്ച് കിടപ്പിലായ ഒരാളെ സംബന്ധിച്ച് നമ്മൾ പറയും 5 കൊല്ലമായി ഒരേ കിടപ്പിലാണ് അയാൾ, 10 കൊല്ലമായി ഒരേ കിടപ്പിലാണ്, എന്തൊരു വിഷമകരമായ അവസ്ഥയിലാണ് എന്ന് നമ്മൾ പറയും. അല്ലാഹു തആല അയാളെ പരീക്ഷിച്ചതാണ്. അത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളെ എല്ലാവരെയും രക്ഷപ്പെടുത്തട്ടെ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. നിങ്ങളെ അല്ലാഹു തആല പരീക്ഷിക്കും, സാമ്പത്തികമായ മാന്ദ്യം തന്നുകൊണ്ട്, ശരീരത്തിന്റെ നഷ്ടം കൊണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ കൃഷികളെല്ലാം നശിച്ചു പോകുന്നത് കൊണ്ട്, നിങ്ങൾക്കുണ്ടായ ഫലങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ട്, അങ്ങനെ പല രൂപത്തിലും അല്ലാഹു തആല നിങ്ങളെ പരീക്ഷിക്കും. ആ പരീക്ഷണങ്ങളിൽ മുഅ്മിനീങ്ങളായ മനുഷ്യൻ, മുഅ്മിനീങ്ങളായ ആളുകൾ ചെയ്യേണ്ടത് അവർ ക്ഷമിക്കുകയാണ് വേണ്ടത്. വബശ്ശിരിസ് സ്വാബിരീൻ. ഞാൻ ഇപ്പോൾ ഇവിടെ ഓതിക്കൊണ്ടിരിക്കുന്ന സൂറത്തുൽ കഹ്ഫിലെ ഈ 2ാമത്തെ ആയത്തിലുള്ള 2ാമത്തെ ഭാഗം അല്ലാഹു തആല പറയുന്നത് വയുബശ്ശിറൽ മുഅ്മിനീനല്ലദീന യഅമലൂനസ് സ്വാലിഹാത്ത്. സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന വിശ്വാസികൾക്ക് അല്ലാഹു തആല സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. അതുപോലെ തെറ്റുകൾ ചെയ്യുന്ന ആളുകൾക്കുള്ള മുന്നറിയിപ്പും അല്ലാഹു തആല ഈ ഖുർആനിലൂടെ നൽകുന്നുണ്ട്. അപ്പൊ നമ്മള് രോഗം കൊണ്ട് വിഷമിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ച് പറയും അവര് കുറെ കാലായി അയാൾ കിടപ്പിലായി പോയിട്ട് എന്ന് പറയുന്നു, അല്ലേ? എന്നാൽ അതിനൊരു അവസാനമുണ്ട്, അദ്ദേഹത്തിന്റെ മരണം വരെ. അപ്പൊ ദുനിയാവിലുള്ള പരീക്ഷണങ്ങൾക്കും വിപത്തുകൾക്കുമെല്ലാം ഒരു അവസാനം കാണുന്നുണ്ട്. ഇന്ന സമയം വരെ, ഇന്ന ഡേറ്റ് വരെ. എന്നാൽ പരലോകത്തുള്ള ശിക്ഷ അതിന് എൻഡ് ഇല്ല, അവസാനമില്ല, കാലാകാലമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയെത്ര സ്ഥലങ്ങളിലാണ് ആ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. സൂറത്തുസ് സുമറിൽ നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന്റെ ശിക്ഷയെ സംബന്ധിച്ചും ആ നരകത്തിലേക്ക് പോകുന്നതിനെ സംബന്ധിച്ചും അതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. വസീഖല്ലദീന കഫറൂ ഇലാ ജഹന്നമ സുമറാ. സത്യനിഷേധികളായ ആളുകളെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകപ്പെടുന്നു. നരകത്തിലേക്ക് അവര് വലിച്ചിഴക്കപ്പെട്ടു. അവരെ ഇങ്ങനെ ഒരാൾക്ക് പിറകെ ഒരാളായി, ഒരു സംഘത്തിന് പിറകെ ഒരാളായി, വ്യത്യസ്ത ഗ്രൂപ്പുകളായിട്ട് ഇങ്ങനെ നരകത്തിലേക്ക് കൊണ്ടുപോകപ്പെടുകയാണ്. അപ്പോൾ അവരെല്ലാവരും ഹത്താ ഇദാ ജാഊഹാ, അവര് നരകത്തിന്റെ ആ കവാടത്തിലെത്തിയപ്പോൾ ഫുതിഹത് അബ്വാബുഹാ, ആ നരകത്തിന്റെ കവാടങ്ങൾ അങ്ങ് തുറക്കപ്പെട്ടു.
നരകത്തിന്റെ കവാടങ്ങളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് പരിശുദ്ധ ഖുർആനിൽ തന്നെയുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീലിനോട് ചോദിക്കുന്നുണ്ട്, സിഫ്ലി ജഹന്നമ, ഈ നരകത്തിന്റെ കാര്യം എങ്ങനെയാണ്, അതിന്റെ രൂപഭാവങ്ങൾ എങ്ങനെയാണ് എന്ന് വിശദീകരിച്ചു തരൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ഓരോന്നായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നരകത്തിന് 7 കവാടങ്ങളുണ്ട്. സ്വർഗത്തിനോ 8 കവാടങ്ങൾ. നരകത്തിന് 7 കവാടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്, ലഹാ സബ്അതു അബ്വാബ്, ആ നരകത്തിന് 7 കവാടങ്ങളുണ്ട്. ആ 7 കവാടങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾ ആരാണ്? മൻ സുക്കാനു ഹാദിഹിൽ അബ്വാബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, ആരൊക്കെയാണ് ഈ നരകത്തിലേക്ക് കടന്നു പോകുന്ന ആളുകൾ? ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, അമ്മൽ ബാബുൽ അസ്ഫലു, ഏറ്റവും താഴെയുള്ള ഫിദ്ദർക്കിൽ അസ്ഫൽ, ഏറ്റവും താഴെയുള്ള കവാടത്തിലൂടെ നരകത്തിലേക്ക് കടന്നവിടെ പോകേണ്ട ആളുകൾ അൽ മുനാഫിഖൂൻ, കപടവിശ്വാസികളാണ്. അവരുടെ സ്വഭാവത്തെ സംബന്ധിച്ച് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. പ്രത്യക്ഷത്തിൽ അവർ വിശ്വസിച്ചു എന്ന് പറയും, പക്ഷേ അവർ യഥാർത്ഥത്തിൽ വിശ്വസിച്ചിട്ടില്ല. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അവർ സ്വീകരിക്കുന്ന നിലപാട് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുകയാണ്. വമിനൻ നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ വമാ ഹും ബിമുഅ്മിനീൻ. ജനങ്ങളിൽ ചില ആളുകളുണ്ട്, അവര് പറയും, ഞങ്ങൾ അല്ലാഹുവിനെ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾ അന്ത്യനാളിൽ വിശ്വസിച്ചിരിക്കുന്നു, വമാ ഹും ബിമുഅ്മിനീൻ, എന്നാൽ അവർ വിശ്വാസികളല്ല. യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനൂ വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും വമാ യശ്ഉറൂൻ. യുഖാദിഊന അല്ലാഹ, അവർ അല്ലാഹുവിനെ വഞ്ചിക്കുകയാണ്. വല്ലദീന ആമനൂ, വിശ്വാസികളെയും വഞ്ചിക്കുകയാണ്. വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും വമാ യശ്ഉറൂൻ, എന്നാൽ അവർ യഥാർത്ഥ വിശ്വാസികളല്ല, അവരവരെ സ്വന്തം നഫ്സുകളെ തന്നെയാണ് വഞ്ചിക്കുന്നത്. കാരണം എന്താണ്? നാളെ പരലോകത്തെത്തുമ്പോൾ നരകത്തിലെ ഏറ്റവും അടിത്തട്ടിൽ ആരാണ്? വഫീഹിൽ മുനാഫിഖൂൻ, അവിടെ മുനാഫിഖീങ്ങളാണ് ഉള്ളത്. പിന്നെയോ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്, ഫിർഔനിന്റെ ആളുകളും മുനാഫിഖീങ്ങളും ഒക്കെയാണ് അവിടെയുള്ളത്. ആ നരകത്തിന് ഒരു പേര് വെച്ചിട്ടുണ്ട്. ആ ഏറ്റവും അടിയിലുള്ള കവാടത്തിന് അൽ ഹാവിയ എന്നാണ് അതിന്റെ പേര്. രണ്ടാമത്തെ കവാടം അതിന്റെ മുകളിലുള്ള കവാടമാണ്. അതിലൂടെ കടന്നു പോകുന്നത് ഫീഹിൽ മുശ്രികൂൻ,
അതിലൂടെ കടന്നു പോകുന്നത് മുശ്രിക്കീങ്ങളാണ്. അബൂജഹലിനെ പോലെ അതുപോലെ മറ്റുള്ള ഒരുപാട് ആക്രമണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും അനുയായികളോടും കാണിച്ചിട്ടുള്ള മുശ്രിക്കീങ്ങളില്ലേ, അവരുടെ പിൻഗാമികളായിട്ടുള്ള ആളുകളുമില്ലേ, അവരാണ് അതിലൂടെ കടന്നു പോകുന്നത്. ഇസ്മുൽ ജഹീം, അതിന്റെ പേര് ജഹീം എന്നാണ്. അങ്ങനെ ഓരോ കവാടങ്ങളും ഉണ്ട്. മൂന്നാമത്തെ കവാടത്തിലൂടെ മറ്റൊരു വിഭാഗം സത്യനിഷേധികൾ കടന്നു പോവുകയാണ്. നാലാമത്തെ കവാടത്തിലൂടെ ഇബ്ലീസും അനുയായികളും കടന്നു പോവുകയാണ്. അഞ്ചാമത്തെ കവാടത്തിലൂടെ യഹൂദികൾ കടന്നു പോവുകയാണ്. ആറാമത്തെ കവാടത്തിലൂടെ നസ്വാറാക്കൾ കടന്നു പോവുകയാണ്. ഇങ്ങനെ ഓരോ വിഭാഗം ആളുകളെ സംബന്ധിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞില്ലേ, എന്നാൽ ഈ ഏഴാമത്തെ കവാടത്തിലൂടെ കടന്നു പോകുന്ന ആളുകൾ ആരാണ്? ഏഴാമത്തെ കവാടത്തിലൂടെ കടന്നു പോകുന്ന ആളുകൾ ആരാണ്? റസൂലുള്ളാഹി ചോദിക്കുകയാണ്, ആരാണ്? ഏഴാമത്തെ കവാടത്തിലൂടെ പോകുന്ന ആളുകൾ ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ലാ തസ്അൽനി അൻഹു, അതിനെ സംബന്ധിച്ച് എന്നോട് ചോദിക്കരുത്, അത് പറയാൻ എനിക്ക് മടിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ചോദിച്ചു, അഖ്ബിർനി മൻ സുക്കാനുൽ ബാബിസ് സാബിഅ, ഏഴാമത്തെ കവാടത്തിലൂടെ കടന്നു പോകുന്നവർ ആരാണ്? ثم أمسك جبريل حياء من رسول الله. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ വിവരം പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ലജ്ജ കാരണം അത് പറയാതിരുന്നതാ. 6 വിഭാഗത്തെയും പറഞ്ഞു, ഏഴാമത്തെ വിഭാഗത്തെ പറഞ്ഞു കൊടുക്കാൻ ഒരു ലജ്ജ തോന്നിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവർത്തിച്ച് ചോദിക്കുകയാണ്, അഖ്ബിർനി, അവരാരാണ്? നരകത്തിലേക്ക് തള്ളപ്പെടുന്ന, കൊണ്ടുപോകപ്പെടുന്ന, ഏഴാമത്തെ കവാടത്തിലൂടെ പ്രവേശിപ്പിക്കപ്പെടുന്ന ആളുകൾ ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, നബിയേ, ഫീഹി അഹ്ലുൽ കബായിരി മിൻ ഉമ്മതിക അല്ലദീന മാതു വലം യതൂബൂ, അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ്, അവര് മരണപ്പെട്ടു പോയി, തൗബ ചെയ്യാതെ മരിച്ചുപോയി. ഓ മുഅ്മിനീങ്ങളെ, ഇത് പരിശുദ്ധ റമളാൻ, ശഹ്റു തൗബത്തി വൽ ഗുഫ്റാൻ, ഇത് പാപമോചനത്തിന്റെയും തൗബയുടെയും മാസമല്ലേ? നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം അഴിച്ചു വെച്ച് അതെല്ലാം അല്ലാഹുവിന്റെ മുന്നിൽ എല്ലാത്തിൽ നിന്നും മാറി എന്ന് ഉറപ്പിച്ച് എല്ലാ ബാധ്യതകളിൽ നിന്നും ഒഴിഞ്ഞു നിന്ന് അല്ലാഹുവിനോട് നമ്മുടെ തെറ്റുകളെല്ലാം പുറത്തു തരാൻ തൗബ ചെയ്തിട്ട് ആവശ്യപ്പെടേണ്ട മാസമല്ലേ ശഹ്റു തൗബത്തി വൽ ഗുഫ്റാൻ. അതുകൊണ്ട് നമ്മൾ പേടിക്കണം, നാളെ പരലോകത്ത് നരകത്തിന്റെ ഏഴാമത്തെ കവാടം തെറ്റുകൾ ചെയ്ത് തൗബ ചെയ്യാതെ മരിച്ചുപോയ ആളുകൾക്കാണുള്ളതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അതാ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുന്നു. കഠിനമായ ശിക്ഷയാണ്. അതുകൊണ്ട് ഈമാനോടുകൂടെ ജീവിച്ച് ഈമാനോടുകൂടെ മരിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്നാലും നമ്മൾ പേടിക്കണം, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളിൽ നിന്ന് തൗബ ചെയ്യാതെ മരിച്ചു പോകാൻ പാടില്ല. ഈ ആയത്തിൽ 2 കാര്യങ്ങളാണല്ലോ പറഞ്ഞത്.
الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا قيما لينذر بأسا شديدا ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا. ഒരു ഭാഗം സത്യനിഷേധികൾക്കുള്ള മുന്നറിയിപ്പാണ്. മറ്റൊരു ഭാഗം വയുബശ്ശിറൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്കുള്ള സന്തോഷ വാർത്തയുമാണ്. ആ മുന്നറിയിപ്പ് നൽകപ്പെടുന്ന മറ്റൊരു രൂപം പരിശുദ്ധ ഖുർആൻ സൂറത്തു സുമറിൽ പറഞ്ഞു. വസീഖല്ലദീന കഫറൂ ഇലാ ജഹന്നമ സുമറാ. ആ സത്യനിഷേധികളായ ആളുകളെ ജഹന്നമിലേക്ക് വലിച്ചു കൊണ്ടുവരപ്പെടുന്നു. അതിന്റെ കവാടത്തിലെത്തിയപ്പോൾ വഖാല ലഹും ഖസനതുഹാ, ആ നരകത്തിന് കാവൽ നിൽക്കുന്ന അതിന്റെ കാവൽക്കാര്, ആ കാവൽക്കാര് കുറെ ഉണ്ട്. നരകത്തെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് മാലിക് അലൈഹിസ്സലാമിന്റെ നിയന്ത്രണത്തിലായി, നിർദ്ദേശത്തിലായി മറ്റ് ധാരാളം മലക്കുകൾ, സബാനിയാക്കളായ മലക്കുകളും ഉണ്ടല്ലോ. അങ്ങനെ നരകത്തിന്റെ കാര്യം ചുമതലപ്പെടുത്തപ്പെട്ട ആ മലക്കുകൾ, അവിടെയുള്ള കാവൽക്കാരായ മലക്കുകൾ, അവര് ഈ വരുന്ന സത്യനിഷേധികളോട് ചോദിക്കുകയാണ്. ഖുർആൻ പറയുന്നു, അലം യഅതികും റുസുലും മിൻകും, അല്ല നിങ്ങൾക്ക് ഒരു പ്രവാചകൻ വന്നില്ലയോ? നിങ്ങൾക്ക് ഓരോ കാലഘട്ടത്തിലും പ്രവാചകന്മാർ വന്നിട്ടില്ലേ? ആ പ്രവാചകന്മാരെ കുറിച്ച് അവരോട് ചോദിക്കുകയാണ്. അലം യഅതികും റുസുലും മിൻകും, നിങ്ങൾക്കിടയിൽ നിന്ന് തന്നെ ധാരാളം പ്രവാചകന്മാര് നിങ്ങൾക്ക് വന്നില്ലയോ? യത്ലൂന അലൈക്കും ആയാതി റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിന്റെ ആയത്തുകൾ അവർ നിങ്ങൾക്ക് ഓതി തന്നില്ലയോ? വയുൻദിറൂനകും ലിഖാഅ യൗമിക്കും ഹാദാ, ഇതാ ഇങ്ങനെ ഒരു ദിവസം വരാനുണ്ട്, ഈ ദിവസത്തെ നിങ്ങൾ കണ്ടുമുട്ടും എന്നെല്ലാം ആ പ്രവാചകന്മാര് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടില്ലായിരുന്നു. നരകത്തിന്റെ വക്കിൽ വെച്ചുകൊണ്ട് അവിടെ മലക്കുകൾ ഇവരോട് ചോദിക്കുകയാണ്. അപ്പൊ അവരുടെ മറുപടി എന്താണ്? ഖാലൂ ബലാ, അതെ ശരിയാണ്, ശരിയാണെന്ന് പറയാതിരിക്കാൻ കഴിയും. അതിങ്ങനെ അനുഭവിക്കാൻ പോവല്ലേ, നരകത്തിന്റെ അടുത്തുനല്ലേ. എനിക്ക് സംശയമാണ്, ഞാൻ വിശ്വസിക്കൂല എന്ന് പറയാൻ പറ്റൂലല്ലോ. ഇത് നേരിട്ട് കാണുകയാണ്. അദാബ് ബഅസൻ ശദീദ, ശക്തമായ ശിക്ഷ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഇനി എന്ത് മുന്നറിയിപ്പാണ് നൽകേണ്ടത്? ഇനി എന്ത് ഉറപ്പാണ് കൊടുക്കേണ്ടത്? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ സമ്മതിക്കുകയാണ്. ഖാലൂ ബലാ. ഇവിടെ കുറെ ആളുകളില്ലേ പരലോക വിശ്വാസത്തെ സംബന്ധിച്ച് പറയുമ്പോൾ, അതുപോലെ മുസ്ലിമീങ്ങൾ അവരോട് പണ്ഡിതന്മാർ വിശ്വാസ കാര്യങ്ങൾ പറയുമ്പോൾ, നന്മ തിന്മകളെ സംബന്ധിച്ച് ഉപദേശിക്കുമ്പോൾ, യുക്തിവാദികളും നിരീശ്വരവാദികളും അതുപോലെ മറ്റ് ആശയങ്ങളുള്ള ആളുകളുമെല്ലാം ഇൻസൾട്ട് ചെയ്തിട്ട് എഴുതുകയും കമന്റ് ചെയ്യുകയും ചെയ്യുന്നത് നമ്മൾ കാണുകയാണ്. അവര് പറയാം, ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ പറയാൻ പറ്റുമോ? ഏത് പരലോക വിശ്വാസം? അത് ഇപ്പോൾ എന്താ, അതിലൊന്നും ഓരോ ഉറപ്പില്ല. മുഅ്മിനീങ്ങൾ അങ്ങനെയല്ലല്ലോ. മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞ എന്താ? ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون. ഈമാനുള്ളവർ വബിൽ ആഖിറതി,
അന്ത്യനാളുണ്ട്, പരലോകമുണ്ട് എന്നതുകൊണ്ട് ഉറപ്പിച്ച് വിശ്വസിക്കുന്നവരാണ്, അതിലൊരു സംശയവും ഇല്ല. എന്നാൽ ഇവിടെ കുറെ ആളുകൾ അതൊക്കെ വെറുതെ കുറെ പണ്ഡിതന്മാർ ഇങ്ങനെ ഉണ്ടാക്കി പറയുന്നതാണെന്നോ ആളുകളെ പേടിപ്പിക്കുന്നതാണെന്നോ ഒക്കെ പറഞ്ഞ് നിസ്സാരപ്പെടുത്തിയവരും നിഷേധിച്ചവരും ഇൻസൾട്ട് ചെയ്തവരും പരിഹസിച്ചവരും പരിഹസിച്ച് എഴുതിയവരും പ്രസംഗിച്ചവരും പാടിയവരും എല്ലാവരും വരും. അവിടെ വെച്ചിട്ട് നരകത്തിന്റെ വക്കിൽ അവരോട് ചോദിക്കപ്പെടും, അലം യഅതികും റുസുലും മിൻകും, നിങ്ങളിൽ നിന്ന് പ്രവാചകന്മാർ നിങ്ങൾക്ക് വന്നില്ലയോ? ആ പ്രവാചകന്മാര് പറഞ്ഞ ആശയങ്ങൾ പണ്ഡിതന്മാര് പറഞ്ഞു തന്നിട്ടില്ലയോ? യത്ലൂന അലൈക്കും ആയാതി റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിന്റെ ആയത്തുകൾ അവര് നിങ്ങൾക്ക് ഓതി തന്നിട്ടില്ലേ? വയുൻദിറൂനകും ലിഖാഅ യൗമിക്കും ഹാദാ, ഇതാ ഇന്നത്തെ ഈ ദിവസത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടില്ലയോ? ഖാലൂ ബലാ, അവരെല്ലാവരും പറയും അതെ. എന്നിട്ട് അവരെ കൊണ്ട് തന്നെ അല്ലാഹ് പറയിപ്പിക്കാൻ, വലാകിൻ ഹഖ്ഖത് കലിമത്തുൽ അദാബി അലൽ കാഫിരീൻ, അത്തരം സത്യനിഷേധികളായ ആളുകൾക്ക് അവർക്കുള്ള ശിക്ഷയുടെ വചനം അത് ഉറപ്പായി കഴിഞ്ഞു. അവര് തന്നെ അത് അംഗീകരിക്കുകയാണ്. അദാബുണ്ട് എന്നത് സത്യം തന്നെ, ഇനി നിഷേധിക്കാൻ കഴിയൂല, അത് നേരെ മുന്നിൽ വന്ന് നിൽക്കുകയാണല്ലോ. അപ്പോൾ അവരോട് മലക്കുകൾ പറയുകയാണ്, ഖീല ദുഖുലൂ അബ്വാബ ജഹന്നമ ഖാലിദീന ഫീഹാ, ഇതാ നിങ്ങൾക്ക് തയ്യാറ് ചെയ്യപ്പെട്ട നരകത്തിന്റെ കവാടങ്ങൾ, അതിലൂടെ നിങ്ങൾ പ്രവേശിച്ചോ. ആ നരകത്തിൽ ഖാലിദീന ഫീഹാ, ആ നരകത്തിൽ നിങ്ങൾ എന്നെന്നും വസിക്കേണ്ടവരാണ്. ഫബിഇസ മത്വൽ മുതകബ്ബിരീൻ, ആ നരകമെന്നത് കിബ്ർ നടിച്ചിട്ട് അഹങ്കാരം നടിച്ച് ജീവിച്ച ആളുകൾക്കുള്ള വൃത്തികെട്ട സങ്കേതമാണ്. അത് എത്ര മോശമായ സങ്കേതമാണ്. അവിടെ കടന്നു പോകുന്ന ആളുകൾ ആരാണ്? വബിഇസ മത്വൽ മുതകബ്ബിരീൻ, കിബ്ർ നടിക്കുന്ന ആളുകൾ. അങ്ങനെയല്ലേ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോ ചിലരുടെ സമീപനം അങ്ങനെയല്ലേ? അഹങ്കാരം നടിച്ചിട്ട് പലതിൽ നിന്നും മാറിക്കളയുകയാണല്ലോ മനുഷ്യർ. അതൊക്കെ ചില ആളുകളുടെ വലിയ അഭിമാനമായി അവര് കാണും. സുബ്ഹാനല്ലാഹ്. എന്നാൽ പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഫബിഇസ മസ്വൽ മുതകബ്ബിരീൻ, അങ്ങനെയുള്ള കിബ്ർ നടിക്കുന്ന ആളുകളുടെ സങ്കേതം വളരെ വൃത്തികെട്ട സങ്കേതമാണ്, നരകമാണ്. കിബ്ർ മനുഷ്യന് പാടില്ല. തവാളു വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമുക്ക് നൽകിയതാണ് ഈ അനുഗ്രഹങ്ങളെല്ലാം. നമ്മൾ സ്വന്തം കൈവരിച്ചതല്ല, സൃഷ്ടിച്ചതല്ല, ഉണ്ടാക്കിയതല്ല. ഓരോ നിമിഷവും അല്ലാഹു തആല നൽകിയതാണ് എന്ന ബോധം ഓരോ മനുഷ്യനും ഉണ്ടാകണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ തവാളഅ റഫഅഹുല്ലാഹ്, ആരെങ്കിലും വിനയം കാണിച്ചാൽ അവരെ അല്ലാഹു തആല ഉയർത്തും. തവാളു കാണിച്ചാൽ അല്ലാഹു തആല അവരെ ഉയർത്തും. തവാളു ഉണ്ട് എന്നതിനൊരു അടയാളം ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തവാളു വിനയമുണ്ട് എന്നതിന്റെ ഒരു അടയാളം, അഥവാ അതിന്റെ അതിന്റെ വലിയ കാര്യം, അതിന്റെ തുടക്കം. തവാളുവിന്റെ തല, നേർക്കനേരർത്ഥം വെച്ച റഅസിന് അങ്ങനെയാണ്. എന്നാൽ ഉദ്ദേശിക്കുന്നത് തവാളുവിന്റെ ആ തുടക്കം എന്താണ്, അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്?
എന്താണ്? അതിലൊരു കാര്യമാണ് നീ കണ്ടുമുട്ടുന്ന മുഅ്മിനീങ്ങളിൽപ്പെട്ട ആളുകൾക്ക് നീ അങ്ങോട്ട് സലാം പറഞ്ഞിട്ട് തുടങ്ങുക. അത് നിനക്ക് തവാളു ഉണ്ട് എന്നതിന്റെ അടയാളമാണ് എന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മുഅ്മിനീങ്ങളായ ആളുകളോട് സലാം പറയാം. പരിചയമുള്ളവരോടും പരിചയമില്ലാത്തവരോടും ഒക്കെ അങ്ങോട്ട് സലാം പറഞ്ഞ് തുടങ്ങുമ്പോ നമുക്ക് വിനയമുണ്ട് എന്നതിന്റെ അടയാളമാണ്. പാവപ്പെട്ടവരോടും ചെറിയവരോടും എല്ലാവരോടും സലാം പറഞ്ഞിട്ട് ആരംഭിക്കുക. സലാം പറയുന്നതിന്റെ മസല ഞാൻ ഇവിടെ പറയേണ്ടതില്ല, സഹോദരിമാർക്കറിയാമല്ലോ. സ്ത്രീകൾ അന്യപുരുഷന്മാരോട് സലാം പറയാൻ പാടില്ല. അതേപോലെ തന്നെ അന്യ പുരുഷന്മാര് അന്യ സ്ത്രീകളോടും സലാം പറയാൻ പാടില്ല. അപ്പോൾ മൗലിയാർ ഇവിടെ വഅദ് തുടങ്ങുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിവിടെ മുന്നിലിരിക്കുന്ന 2-3 ആളുകൾ ഉണ്ടല്ലോ. അപ്പൊ അതിൽ ആ രൂപത്തിലാണ് പറയുന്നത്. അതുപോലെ ഒരു കൂട്ടം ആളുകളോടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സലാം മടക്കിയാൽ അത് പ്രശ്നം ഇല്ല. അതേസമയം ഓരോരുത്തരും ഒറ്റക്കൊറ്റക്ക് വീട്ടിൽ വന്ന് അസ്സലാമു അലൈക്കും ഒരു അന്യ ഒരാൾ വന്ന് പറയാനും പാടില്ല. അതിന് നമ്മൾ മടക്കേണ്ട ആവശ്യവും ഇല്ല. അതുപോലെ തന്നെ ഫോണിലൂടെയും അന്യപുരുഷന്മാർ അന്യ സ്ത്രീകളോട് സലാം പറയരുത്. സ്ത്രീകൾ അങ്ങോട്ടും പറയരുത്. അത് മടക്കേണ്ടതും ഇല്ല. ഇപ്പോ കഴിഞ്ഞ ആഴ്ച ഒരാള് പറഞ്ഞു ഒരു തങ്ങള് എൻ്റെ ഭാര്യയെ ഫോണിൽ വിളിച്ചിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയുന്നു. എന്ത് തങ്ങളൊന്നും ആയിരിക്കുമല്ലോ, വെറുതെ പേരും പറഞ്ഞിട്ട്. അങ്ങനെ വിവരമില്ലാത്ത ആളുകൾ, തങ്ങളായാലും മൗലിയാറായാലും ആരായാലും, നമുക്ക് മഹറമീങ്ങളായ ആളുകൾ, നമ്മുടെ ഭാര്യ, നമ്മുടെ ഉമ്മ, നമ്മുടെ മകൾ, നമ്മുടെ പെങ്ങൾ, ഇങ്ങനെ നമുക്ക് തൊടാനും കാണാനും പറ്റിയ അനുവദിക്കപ്പെട്ട ആളുകൾ, അതെ, അവരെ വിവാഹം ചെയ്യാൻ പാടില്ലല്ലോ. അതാണ് മഹറം എന്ന് പറയുന്നത്. നമുക്ക് വിവാഹം ചെയ്യാൻ പാടില്ലാത്തവരാണ് നമ്മുടെ മക്കൾ, നമ്മുടെ അതുപോലെ ഭാര്യ, പിന്നെ വിവാഹം ചെയ്ത് കഴിഞ്ഞല്ലോ. അപ്പോ അങ്ങനെയുള്ള മഹറമീങ്ങളല്ലാത്ത ആളുകളോട് സലാം പറയാൻ പാടില്ല. അത് മടക്കാനും പാടില്ല. ഇത് പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമമാണ്. എന്നാ ഇപ്പൊ ഈ നിയമമൊന്നും പറഞ്ഞുകൂടാ. ഇപ്പോ സലാം പറയുന്നല്ല അവിടെ നിൽക്കട്ടെ. സ്റ്റേജിൽ കയറിയിട്ട് അന്യ പുരുഷന്മാര് അന്യ സ്ത്രീകൾക്ക് ഇങ്ങനെ കൈ കൊടുക്കുകയാണ്. ചിലപ്പോൾ നല്ല മനുഷ്യന്മാര് പോലും, നല്ല മനുഷ്യന്മാരെന്ന് നമ്മൾ പറയുന്നത് അത് നല്ലതും വടക്കും ഒക്കെ തീരുമാനിക്കേണ്ട അള്ളാഹുവാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും നന്നാക്കട്ടെ. നമ്മള് നല്ലതായി കാണുന്ന അനുകരിക്കപ്പെടേണ്ട ആളുകളും ചിലപ്പോൾ വലിയ വലിയ ആളുകൾ തന്നെ സ്റ്റേജിലൊക്കെ കയറിയിട്ട് ഉദ്ഘാടനവും മറ്റുമൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ വലിയ ബിസിനസ്സുകാരായിട്ട് ഒക്കെ അവര് ഇങ്ങനെ അന്യ സ്ത്രീകൾക്ക് കൈ കൊടുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തട്ടെ. പരിശുദ്ധമായ ദീനിന്റെ നിയമം അത് എവിടെയും ബാധകമാണ്, ഏത് സ്ഥലത്തും ബാധകമാണ്. ചിലപ്പോൾ ബാധകം, ചിലപ്പോൾ എനിക്കത് ബാധകമല്ല എന്ന് പറയുന്ന ഒരു സ്ഥിതിയില്ല. ഏത് അവസരത്തിലും മുഅ്മിനീങ്ങൾക്ക് അല്ലാഹുവിന്റെ നിയമം ബാധകമാണ്. അത് എത്ര വലിയ ന്യായം പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ നേരത്തെ നിസ്കാരത്തിന്റെ സ്ഥിതി പറഞ്ഞല്ലോ. ആ നിസ്കാരം എന്നത് അല്ലാഹു തആല നമുക്ക് നിർബന്ധമാക്കിയതല്ലേ. ആ നിസ്കാരം ഒഴിക്കാൻ, കൈയൊഴിക്കാൻ, ഖളാ ആക്കാൻ, അത് മാറ്റിവെക്കാൻ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ആർക്കെങ്കിലും അർഹതയുണ്ടോ? ഒരാൾക്കും അർഹതയില്ല. ഒരു കടപ്പിലായ രോഗി, അയാൾക്ക് എഴുന്നേറ്റ് ഇരിക്കാൻ പറ്റുന്നില്ല, നിൽക്കാനോ തീരെ പറ്റുന്നില്ല, ഒന്നിനും കഴിയുന്നില്ല, ഒരേ കിടപ്പിലാണ്. എന്നാൽ അയാൾക്ക് നിസ്കാരമുണ്ടോ? അയാൾക്കും നിസ്കാരമുണ്ട്. അപ്പോൾ റുക്കൂ വേണ്ടേ, സുജൂദ് വേണ്ടേ? അയാൾ ആ കിടന്ന അവസ്ഥയിൽ തന്നെ കണ്ണുകൾ ചലിപ്പിച്ചിട്ടെങ്കിലും നിസ്കാരം നിർവഹിക്കണം. ഇനി അതാ ഒന്നും ഒരു അവയവവും ചലിപ്പിക്കാൻ പറ്റാത്ത നിശ്ചലാവസ്ഥയിൽ കിടക്കുന്ന രോഗിയാണോ? ആ
രോഗി മനസ്സിലൂടെ നിസ്കാരത്തിന്റെ രൂപങ്ങൾ ഇങ്ങനെ കടത്തിവിട്ടിട്ട് ഫാത്തിഹ ഓതണം. ചുണ്ടനക്കാൻ നാവനക്കാൻ പറ്റൂല, എന്നാലും മനസ്സിലോതണം. അങ്ങനെയെങ്കിലും നിസ്കരിക്കണം എന്നാണ് പരിശുദ്ധ ദീൻ നമ്മളെ പഠിപ്പിച്ചത്. ബോധം ഉണ്ടോ? ബോധമില്ലാത്ത ആളുകളെ പിന്നെ പറയാനില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ. ഒരാൾക്ക് കഴിയാത്തതിനെ അല്ലാഹു തആല കൽപ്പിക്കൂല. ബോധം ഒരാൾക്കുണ്ടോ അയാൾ നിസ്കരിച്ചിരിക്കണം. നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ദീനിന്റെ നിയമങ്ങൾ ചിലപ്പോൾ ബാധകം, ചിലപ്പോൾ ബാധകമല്ല എന്ന അവസ്ഥ. എന്നാൽ ഉദ്ർ ഉള്ള ആളുകൾ ഉണ്ടാകും. ഇപ്പോൾ തന്നെ നോമ്പിന്റെ കാര്യത്തിൽ പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞു, നിങ്ങൾ റമദാനിൽ നോമ്പെടുക്കണം. എന്നാൽ നിങ്ങളിൽ നിന്ന് രോഗികളായ ആളുകൾ, ആ രോഗികൾക്ക് വിട്ടുവീഴ്ചയുണ്ട്. ആ രോഗാവസ്ഥയിൽ നോമ്പെടുക്കണ്ട, പിന്നീട് എടുത്താൽ മതി. പിന്നീട് ഖളാ വീട്ടിയാൽ മതി, രോഗം മാറുമല്ലോ. എന്നാൽ രോഗം മാറൂല എന്ന ഒരു അവസ്ഥയിലാണ് ഒരാളെ രോഗം. ഡോക്ടർമാരാണ് അത് തീരുമാനിക്കേണ്ടത്, നമ്മളല്ല. ഡോക്ടർമാർ വെച്ചത് ഒരു മാറ്റം ഇനി വരൂല, മരുന്നുകളോടൊന്നും പ്രതികരിക്കുന്നില്ല, ഇതിങ്ങനെ തന്നെയാണ് ഉണ്ടാവുക എന്ന് വിശ്വസ്തനായ ഡോക്ടർ പറഞ്ഞ്, അപ്പോൾ എന്തായി? അവന് രോഗമാണ്. ആ രോഗത്തിൽ നിന്ന് മാറി വന്നിട്ട് ഇനി ഖളാ വീട്ടാൻ കഴിയൂല. അങ്ങനത്തെ രോഗികൾക്ക് മുദ്ദ് കൊടുക്കണം. ഒരു നോമ്പിന് ഒരു മുദ്ദ് എന്ന നിലയിൽ അവൻ ആ നോമ്പിന്റെ ആ ബാധ്യത വീട്ടണം. അതുപോലെ തന്നെയാണ് ഹൈദ് ഉള്ള സ്ത്രീകൾ, ആ നിഫാസുള്ള സ്ത്രീകൾ, അവരൊക്കെ നോമ്പിനെ പിന്നീട് ഖളാ വീട്ടണം. ആ ഖളാ വീട്ടൽ, ചില ആളുകളൊക്കെ ഖളാ വീട്ടാൻ മടിയന്മാരായിട്ട് ഇങ്ങനെ മുദ്ദ് കൊടുത്താൽ മതി, ഇഷ്ടംപോലെ പൈസ ഉണ്ടല്ലോ, വെറും മുദ്ദ് കൊടുത്താൽ മാത്രം പോരാ. മുദ്ദ് കൊടുക്കേണ്ടത് എപ്പോഴാണ്? ഖളാ അടുത്ത നോമ്പിന്റെ മുമ്പ് ഖളാ വീട്ടാൻ കഴിയാത്ത ആളുകളാണ് ആ നോമ്പ് ബന്ധിച്ച കാരണം കൊണ്ട് മുദ്ദ് കൊടുക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ മുദ്ദ് കൊടുക്കേണ്ട ആളാരാ? രോഗം മാറുമെന്ന പ്രതീക്ഷയില്ല എന്ന് ഡോക്ടർമാർ എഴുതി അവന് പിന്നെ എപ്പോഴാ ഖളാ വീട്ടാനാവൂല. അതുകൊണ്ട് അവന്റെ മുദ്ദ് ആദ്യം തന്നെ കൊടുക്കാം. അതേസമയം ഈ ഇടക്ക് വരുന്ന കാരണം കൊണ്ട് രോഗമാകാം, അതുപോലെ മറ്റു തടസ്സങ്ങളാകാം. അങ്ങനെ വരുന്ന കാരണം കൊണ്ട് നോമ്പ് ഖളാ ആയി പോയ ആളുകൾ മുദ്ദ് കൊടുക്കണ്ട. പെട്ടെന്ന് തന്നെ മുദ്ദ് കൊടുത്ത് കഴിച്ചില്ലാന്ന് വിചാരിക്കണ്ട. അടുത്ത നോമ്പിന്റെ മുമ്പ് നോമ്പ് ഖളാ വീട്ടുക തന്നെ വേണം. അങ്ങനെ ഖളാ അടുത്ത നോമ്പിന്റെ മുന്നേ വീട്ടാൻ കഴിഞ്ഞില്ല എങ്കിൽ, വീട്ടിയിട്ടില്ല എങ്കിൽ, ഈ നോമ്പിന്റെ ആ ബന്ധിച്ച കാരണം കൊണ്ടാണ് മുദ്ദ് കൊടുക്കേണ്ടത്. പിന്നെയും നോമ്പ് ഖളാ ആയിട്ട് തന്നെ അവിടെ നിൽക്കുന്നുണ്ട്, അത് ഖളാ വീട്ടുക തന്നെ വേണം. അങ്ങനെ വീണ്ടും അടുത്ത നോമ്പിന്റെ എത്തുന്നതിന് മുമ്പും ഖളാ വീട്ടിയിട്ടില്ല എങ്കിൽ മുദ്ദ് ഫൈനായി 1-ന് 2 എന്ന നിലക്ക് വരും. ഫൈനായിട്ട് കൂടുതൽ മുദ്ദ് കൊടുക്കേണ്ടി വരും എന്നതാണ് അതിന്റെ നിയമം. അല്ലാതെ ഖളാ വീട്ടൽ ഒഴിവായി പോകുകയില്ല. ഖളാ ആയിട്ട് തന്നെ അവിടെ ഉണ്ടാകും. നോമ്പ് ഖളാ ആയിട്ട് എങ്ങനെ നമ്മൾ അല്ലാഹുവിന്റെ അടുക്കലേക്ക് പോകും? അതുകൊണ്ട് ഇത് ഞാൻ പറയാൻ കാരണം, ഒരാള് എന്നോട് വിളിച്ച് ചോദിച്ചതാണ്, എത്രയാ മുദ്ദ് കൊടുക്കണ്ടേ? ഞാൻ വെറുതെ അങ്ങോട്ട് ചോദിച്ചു, എത്രയാ നോമ്പുള്ളത്? 60 നോമ്പുണ്ട് ഖളാ വീട്ടാൻ. ഇതെന്താ ഇങ്ങനെ വീട്ടാണ്ട് കുത്തിരിക്കുന്നത്? ഇതെപ്പോഴാ വീട്ടാ? ഇത് വീട്ടല് നിർബന്ധമാണ്. മുദ്ദിങ്ങനെ ഇരട്ടിയായിട്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ പൈസ ലോൺ ഉള്ളതുകൊണ്ട് ഏകദേശം എത്ര ഉണ്ടാവും? 800 മില്ലി. ആദ്യം പോട്ടെ ഒരു 1.5 കിലോ കൊടുക്കാം എന്ന് പറയും. 1-ന് 2 കിലോ പൈസ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് ചാക്ക് കണക്കിന് അരി വാങ്ങിയിട്ട് എല്ലാവർക്കും കൊടുക്കുന്നല്ലേ ഉണ്ട്. മുദ്ദിന്റെ നിയത്തും വെച്ചുകൊണ്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അത് കൊടുത്തോ, അത് വീട്ടും. പക്ഷെ മുദ്ദ് വീട്ടിയതേ ഉള്ളൂ. ഖളാ ആയിട്ട് തന്നെ ഇവിടെ വെക്കുന്നുണ്ട്. ഇനി ആ 60 നോമ്പല്ലേ എപ്പോഴാ ആ പെണ്ണുങ്ങൾ എടുത്ത് വീട്ടുക? അതിനി അടുത്ത കൊല്ലാവുമ്പോ എത്രയായി? ഇങ്ങനെ നോമ്പെടുക്കാൻ മടിയായിട്ട് ഇപ്പൊ അങ്ങനത്തെ ആളുകളില്ല. പക്ഷെ അപൂർവമായ ചില ആളുകൾ അവര് എന്തായാലും നോമ്പിനെ ഖളാ വീട്ടുക തന്നെ വേണം. മുദ്ദ് കൊടുക്കേണ്ടത് കൊടുക്കണം. എന്നാൽ മുദ്ദ് കൊടുക്കുന്നതുകൊണ്ട് ഖളാ വീട്ടുന്നതിൽ നിന്ന് ഒഴിവാവൂല. ഖളാ വീട്ടാൻ പറ്റാത്ത ആളുകൾ ആരാണ്? ലാ യുർജാ ബുർഉഹു, രോഗം മാറുമെന്ന പ്രതീക്ഷയേ ഇല്ല. അങ്ങനെ ഉണ്ടാവുമല്ലോ ചില രോഗികൾ, കിടപ്പിലായി പോയവരോ അല്ലെങ്കിൽ മറ്റു രൂപത്തിലുള്ളവരോ ആയ രോഗികൾ. അത് നമ്മളും അല്ല വിലയിരുത്തേണ്ടത്. നമുക്കത് വിലയിരുത്താൻ എന്ത് അവകാശം? അത് വിശ്വസ്തരായ ഡോക്ടർമാര് നമുക്ക് പറഞ്ഞു തരണം. ഈ രോഗം ഇനി മാറാൻ സാധ്യതയില്ല. അല്ലാഹു തആല മാറ്റിയാൽ മാറും. അതല്ല
അതല്ല. അത് നമുക്കാർക്കും പറയാൻ കഴിയില്ല. അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. എന്നാൽ ഭൗതിക സാഹചര്യങ്ങൾ വെച്ച് വിശ്വസ്തരായ ഡോക്ടർമാര് പറയുന്നു ഈ രോഗം മാറാൻ പ്രതീക്ഷയില്ല. അപ്പൊ പിന്നെ ഈ രോഗി എപ്പോഴാണ് ഇങ്ങനെ കാത്തു നിൽക്കുക? അയാൾക്ക് നോമ്പ് കാലം ഇങ്ങനെ കഴിഞ്ഞു പോകുമല്ലോ. അപ്പോൾ അയാൾക്കുള്ളതാണ് അപ്പോൾ തന്നെ ഓരോ നോമ്പിനും ഓരോ വീതം കൊടുക്കുക എന്നത്. ഇനി അങ്ങനെ പ്രതീക്ഷയില്ലാത്ത രോഗിക്കും രോഗമങ്ങ് മാറി എന്ന് വിചാരിക്കാം. അങ്ങനെയൊക്കെ ഉണ്ടാവും. എനിക്കറിയുന്ന ഒരാൾ കോഴിക്കോട് ഏറ്റവും വലിയ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർമാർ പറഞ്ഞു നിങ്ങൾ ലക്ഷങ്ങൾ ചെലവാക്കിയിട്ടും കാര്യമില്ല, ഇത് എണീറ്റ് നടക്കൂല, മടക്കിക്കോ, പുരയിലേക്ക് എടുത്തോ, മൂക്കിൽ പൈപ്പിട്ട് മൂത്രത്ത് പൈപ്പിട്ട് അങ്ങനെ. കുറച്ചു കാലം കഴിഞ്ഞ് നോക്കുമ്പോണ്ട് ഈ രോഗി ഉഷാറായിട്ട് വാക്കൽ വരുന്നു, പോന്ന് തിന്നു, ഭക്ഷണം കഴിക്കുന്നു, ഇതെല്ലാം എടുത്തില്ല. അപ്പൊ എന്താ രോഗം അല്ലാഹു തആല മാറ്റം കൊടുത്തു. അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ചിലപ്പോ ഒരു പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞ രോഗികൾക്കും മാറ്റം കൊടുക്കും. ഡോക്ടർമാർ ചിലപ്പോൾ ഇപ്പോൾ കച്ചവട താല്പര്യം കൂടിയ കാലമാണ്. എല്ലാ മേഖലയിലും കച്ചവട താല്പര്യം കൂടിയ ഒരു കാലമാണല്ലോ. അതുകൊണ്ട് തന്നെ മെഡിക്കൽ മേഖലയിലും അത് ഡോക്ടർമാർ തന്നെ നമുക്ക് ആ കാര്യം പറഞ്ഞു തരുന്നുണ്ട്. ചില ഡോക്ടർമാർ ഒന്നിലധികവും സ്ഥലങ്ങളിൽ നോട്ടമുണ്ടാകും. പണ്ട് നമ്മൾ ഉറുദിക്ക് പോകുമ്പോ തമാശയാക്കി കളിയാക്കിയ ചില ആളുകളുണ്ടായിരുന്നു. ഉച്ചക്കേടിയാ, വൈകുന്നേരം ഏടിയാ, രാത്രി ഏടിയാ, അടുത്തത് ഏടിയാ എന്നാണ് ചോദിച്ചു. അങ്ങനെ കളിയാക്കിയ ഒരു മാഷിയാ നോക്കുമ്പോ ഓറ് രാവിലെ പായുന്നു, ഉച്ചക്കും പായുന്നു, സ്കൂൾ കൂട്ടിയിട്ടും പായുന്നു. ഇപ്പൊ എന്താ ട്യൂഷനാ? അപ്പൊ ഓരോരുത്തരും പേര് വേറെന്നേ ഉള്ളൂ, പായലെല്ലാം പായുന്നുണ്ട്. എല്ലാവർക്കും പല താല്പര്യങ്ങളുമുണ്ട്. ഇതുപോലെ ഇപ്പം ഡോക്ടർമാരും അങ്ങനെ തന്നെയാണ്. ഈ റോഡൊക്കെ നല്ല ഉഷാറായി വരുന്നുണ്ട് എല്ലാവരുടെയും. അതിൽ ഏറ്റവും സന്തോഷം ഇപ്പം ഡോക്ടർമാർക്കാണ്. കാരണം എന്താ? 12 മണി മുതൽ 1 മണി വരെ നാദാപുരത്ത്, 1:30 മുതൽ 3:30 വരെ പാറക്കടവ്, 4 മണി മുതൽ 5 മണി വരെ പാനൂർ, പിന്നെ 7 മണി മുതൽ 8 മണി വരെ തലശ്ശേരി. ഇങ്ങനെയാണ് ഡോക്ടർമാർ ഇപ്പോഴത്തെ പാച്ചൽ. അതെല്ലാം നല്ലതാണ്, എല്ലാവർക്കും ഉപകാരമുണ്ട്. കോഴിക്കോട് നിന്നുള്ള വലിയ ഡോക്ടർമാരെ തേടി നമ്മൾ അങ്ങോട്ട് പോയണ്ട, ഓല് ഇങ്ങോട്ട് നമ്മളെ തേടി പാഞ്ഞു വരുന്നുണ്ട്. അപ്പോ അങ്ങനെയുള്ള നല്ല നല്ല ഡോക്ടർ എല്ലാ ഡോക്ടർമാർക്കും അല്ലാഹു തആല അവരുടെ ചികിത്സയിലൊക്കെ നല്ല ബർക്കത്ത് കൊടുക്കട്ടെ. ഞാൻ അവരെയൊന്നും നിസ്സാരമാക്കിയതോ ചെറുതാക്കിയതോ അല്ല. പക്ഷേ കച്ചവട താല്പര്യമുള്ള ചില ഡോക്ടർമാര് വേണ്ടാതെ എന്തു പറയും. ഒരു രോഗിയെ കൊണ്ടുപോയപ്പോൾ പറഞ്ഞു, ഒരു ഡോക്ടർ പറഞ്ഞു ഇപ്പം മൂക്കിൽ പൈപ്പിടണം എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ ആ ഡോക്ടറോട് സംസാരിച്ചിട്ട് പറഞ്ഞു, ഓർക്ക് വയസ്സ് ഇത്രയായി, ഇനി ഓരോ മൂക്ക് പൈപ്പിടണം. അല്ല, അത് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, നിങ്ങൾ എഴുതിയൊപ്പിട്ടാ? ഓക്കെ, എഴുതിയൊപ്പിട്ടരാ. അങ്ങനെ വേറൊരു ഡോക്ടർ എടുത്തുകൊണ്ടപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ് മൂക്കിലും പൈപ്പിടണ്ട, മൂത്രത്തിനും പൈപ്പിടണ്ട, നിങ്ങൾ ഈ മരുന്ന് കൊടുക്കുക, നല്ലോണം പാലും മുട്ടയും ഭക്ഷണമെല്ലാം കൊടുക്കുക, കഴിയുന്നവരെ നല്ലോണം നോക്കുക. ആ പ്രായമുള്ള മനുഷ്യൻ ഒരു 2 കൊല്ലം പിന്നെയും ഉഷാറായിട്ട് നടന്നുപോയി. അന്നേരം മൂക്കിലും മൂത്ര പൈപ്പിട്ടിട്ടുണ്ട്, പിന്നെ കാട്ടിൽ കിടന്നിടത്തുണ്ട്. അപ്പൊ അങ്ങനെയും കച്ചവട താല്പര്യത്തിൽ പറയുന്ന ആളുകളുണ്ട്. ഏതായാലും രോഗം മാറുമെന്ന പ്രതീക്ഷ ഇല്ലാത്ത രോഗികൾ, ആ പ്രതീക്ഷയില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതി. ആ രോഗിക്കാണ് നോമ്പിന് പകരം മുദ്ദു കൊടുക്കൽ വരുന്നത്. അല്ലാതെ ഇടക്കാലത്ത് രോഗം കൊണ്ടോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ടോ നോമ്പെടുക്കാൻ കഴിയാത്ത രോഗി മുദ്ദ് മാത്രം കൊടുത്ത് രക്ഷപ്പെടാൻ പറ്റൂല. ആ നോമ്പ് ഖളാ വീട്ടുക തന്നെ വേണം. ഇടയിൽ ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്. അങ്ങനെയുള്ള എല്ലാം നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ ഖുർആൻ അതാ ശക്തമായ ശിക്ഷയാണ് സത്യനിഷേധികളായ ആളുകൾക്കുള്ളത് എന്ന് പറഞ്ഞു. എന്നിട്ട് അവരോട് പറയുകയാണ്, ഉദ്ഖുലൂ അബ്വാബ ജഹന്നം, നരകത്തിന്റെ കവാടങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകൂ. ഫബിഇസ മസ്വൽ മുതകബ്ബിരീൻ,
അത് കിബർ നടിക്കുന്ന ആളുകൾക്കുള്ള സങ്കേതമാണ്. ആ നരകത്തിന്റെ സ്ഥിതിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ? ചെറിയ ശിക്ഷയാണോ നരകത്തിലുള്ളത്? സുബ്ഹാനല്ലാഹ്. നരകത്തിന്റെ അദാബിനെ സംബന്ധിച്ച്, അതിന്റെ കഠിനമായ അവസ്ഥയെ സംബന്ധിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഔഖദ അലന്നാരി അൽഫ സനതിൻ, 1000 കൊല്ലമാണ് നരകത്തിലെ തീനെ അല്ലാഹു തആല കത്തിച്ചു വെച്ചത്. 1000 കൊല്ലം കത്തിച്ചപ്പോൾ ആ നരകം നല്ല ചുവന്ന നിറമായി മാറി. വീണ്ടും അതാ 1000 കൊല്ലം കത്തിക്കാൻ മലക്കുകൾക്ക് ഓർഡർ കൊടുത്തു. ആ മലക്കുകൾ 1000 കൊല്ലം നരകത്തെ കത്തിച്ചു. ആ നരകം വെളുത്ത നിറമുള്ളതായി മാറി. വീണ്ടും 1000 കൊല്ലം കത്തിക്കപ്പെട്ടു. അങ്ങനെ അത് ഇരുണ്ട നിറമായി മാറി. അതേ ഇരുൾ മുറ്റിയ രാത്രിയിൽ കാണുന്നത് പോലെ അങ്ങേയറ്റം കഠിനമായ കൂരിരുട്ടും ശക്തമായ ചൂടുമൊക്കെയുള്ള രൂപത്തിലേക്ക് നരകത്തെ അല്ലാഹു തആല മാറ്റി. ആ നരകത്തെ 3000 കൊല്ലം കത്തിക്കപ്പെട്ട നിലയിലുള്ള നരകത്തെ സഹിക്കാൻ നമുക്കാർക്കെങ്കിലും ആകുമോ? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ള ബഅസൻ ശദീദാ, ശക്തമായ ശിക്ഷ, അത് നരകത്തിന്റെ ശിക്ഷയാണ്. ആ നരകത്തിന്റെ ശിക്ഷ, അതിലേക്ക് ആളുകളെ വലിച്ചിഴക്കപ്പെടുന്ന അവസ്ഥയാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ധാരാളം കാര്യങ്ങൾ അത് സംബന്ധമായി പറഞ്ഞിട്ടുണ്ട്. ഈ ആയത്തിന്റെ രണ്ടാമത്തെ ഭാഗം വയുബശ്ശിറല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത്, വിശ്വാസികളായ ആളുകൾക്ക്, അതുപോലെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക്, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. എന്താണ് സന്തോഷ വാർത്ത? അവർക്ക് അന്നലഹും അജ്റൻ ഹസനാ, അവർക്ക് ഏറ്റവും നല്ല പ്രതിഫലം ഉണ്ട്. മാകിതീന ഫീഹി അബദാ, അത് സ്വർഗമാണ്. ആ സ്വർഗത്തിൽ അവർക്ക് എന്നെന്നും താമസിക്കാനുള്ള അവസരമുണ്ട്. ആ സ്വർഗത്തിൽ നിന്ന് അവർക്ക് പുറത്തു പോകേണ്ട ആവശ്യമില്ല. എപ്പോഴും ആ സ്വർഗത്തിൽ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്നത്. അതും പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ, അതേ സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളെ സ്വർഗത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുപോവുകയാണ്. അവരാരാണ്? ഇത്തഖൗ റബ്ബഹും, അവര് അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചവരാണ്, തഖ്വയോടെ ജീവിച്ചവരാണ്. അവരെ അതാ സ്വർഗത്തിലേക്ക് ഓരോ ആളുകളെയും അവരുടെ സ്ഥാനങ്ങളനുസരിച്ച്, അവരുടെ ശ്രേഷ്ഠതക്കനുസരിച്ച്, അതല്ലേ നമ്മൾ പറഞ്ഞത്, സ്വർഗമുദ്ഘാടനം ചെയ്യുന്നത് ആരംഭപ്പൂവായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഒന്നാമതായി സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നത്. അതേ പിന്നെ ലോകത്തെ അല്ലാഹു തആല പറഞ്ഞേച്ചിട്ടുള്ള അംബിയാ മുർസലുകളാണ്. ആ അംബിയാ മുർസലുകൾ മുഴുവനും സ്വർഗത്തിലാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് അതേ അസ്ഹാബു റസൂലില്ലാഹ്, നബി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികളാണ്. അവരെല്ലാം സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാം കൂടെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഇവിടെ വിശ്വാസികളായ ആളുകൾക്ക് സന്തോഷ വാർത്ത അത് ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു തആല നൽകുകയാണ്. ദുനിയാവിൽ വെച്ച് തന്നെ നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട് സന്തോഷ വാർത്ത അറിയിച്ച സ്വഹാബികളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ നമ്മളിപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ കഹ്ഫാണ്. ആ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറഞ്ഞത് വയുബശ്ശിറൽ മുഅ്മിനീനല്ലദീന യഅമലൂന സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേരെടുത്തു പറഞ്ഞിട്ട് സ്വർഗ്ഗത്തിലാണെന്ന് പറഞ്ഞ 10 സ്വഹാബികൾ ഉണ്ടല്ലോ. എല്ലാ സ്വഹാബികളും സ്വർഗ്ഗത്തിലാണ്, അതിൽ യാതൊരു തർക്കവുമില്ല. ചില കള്ളത്തരീഖത്തിന്റെ ആളുകൾ അവര് ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിച്ചു. മുആവിയ റളിയല്ലാഹു അൻഹു പിഴച്ചുപോയ ആളാണ് എന്ന് പറഞ്ഞു. അല്ലാഹു തആല അവരെ ആ കള്ളത്തരീഖത്തിന്റെ ആളുകളെയും അല്ലാഹു നന്നാക്കട്ടെ. അത് ഷിയാക്കളുടെ ഒരു വിഭാഗത്തിൽപ്പെട്ട ഷിയാ വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗത്തിന്റെ വിശ്വാസമാണത്. മുആവിയ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ സ്വഹാബികളും സ്വർഗ്ഗത്തിലാണ്. അവിടുന്ന് പറഞ്ഞതാണ് അസ്ഹാബി കന്നുജൂം, എൻ്റെ എല്ലാ സ്വഹാബികളും നക്ഷത്ര തുല്യരാണ്. ഫബി അയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും, ആ സ്വഹാബികളിൽ ആരെ നിങ്ങൾ പിന്തുടർന്നാലും നിങ്ങൾ സന്മാർഗത്തിലാണ്. അപ്പൊ അവരെല്ലാവരും സ്വർഗത്തിലാണെന്നത് ഉറപ്പാണ്. അതിന് പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 10 സഹാബികളെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചു മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് തന്നെ. ആ 10 ആളുകൾ ആരാണ്? എല്ലാവർക്കും അറിയാം. وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. ആ 10 ആളുകളുടെയും പേര് നമ്മൾ മൗലിദായി ഓതാറുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഇത് വേഗം പറയാൻ കേട്ടോ. പിന്നെ ഉബൈദത്ത് റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. പിന്നെ ഒന്നുകൂടി പാടിയേക്കാം. സഅദിൻ വസഈദിൻ വസുബൈരിൻ തൽഹത്തിൻ റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഈ മഹാന്മാരായ അശ്റത്തുൽ മുബശ്ശറ, സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബികൾ, ആ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്കും സ്വർഗ്ഗം നൽകട്ടെ.
എന്നാൽ ആ ആളുകൾക്ക് മാത്രമല്ല, ആ സ്വഹാബികൾക്ക് മാത്രമല്ല, മുഅ്മിനീങ്ങൾക്ക്. അതാണ് ഇവിടെ ഖുർആൻ പറഞ്ഞത്, വയുബശ്ശിറൽ മുഅ്മിനീനല്ലദീന യഅമലൂനസ്സാലിഹാത്ത്. നല്ല കാര്യങ്ങൾ ചെയ്യുന്ന മുഅ്മിനീങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത നൽകുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യുന്നില്ലേ? നമുക്കെല്ലാം ഉണ്ടോ അങ്ങനത്തെ സന്തോഷ വാർത്ത? നമ്മൾ ചെയ്യുന്നതെല്ലാം നല്ല കാര്യമാണെങ്കിൽ പരിശുദ്ധ ഖുർആൻ നമുക്ക് പല സ്ഥലങ്ങളിലും സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. വഅബ്ശിറൂ ബിൽ ജന്നാ, സ്വർഗ്ഗം കൊണ്ടുള്ള സന്തോഷ വാർത്തയുണ്ട്. യഥാർത്ഥ ഈമാനുള്ള ആളുകൾ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, നിശ്ചയം അതാ അവര് പറയുന്നു ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണ്. സുമ്മസ്തഖാമൂ, പിന്നെ അവരെ ഇസ്തിഖാമത്തിലായി ഒരു തെറ്റും ചെയ്യാതെ ഒരു കുറ്റവും ചെയ്യാതെ നേരായ റൂട്ടിലൂടെ സഞ്ചരിക്കുകയാണ്. തതനസ്സലു അലൈഹിമുൽ മലായിക, അവർക്ക് മലക്കുകൾ ഇറങ്ങി വരുന്നു, അവരുടെ മേലെ മലക്കുകൾ ഇറങ്ങി വരുന്നു. അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നാ, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾക്ക് സ്വർഗ്ഗമുണ്ട്. ഈ മലക്കുകൾ പറയുന്നത് നമ്മൾ ചിലപ്പോൾ കേൾക്കുന്നില്ല എന്നേ ഉള്ളൂ. അത് കേൾക്കാനുള്ള ഒരവസ്ഥയിലേക്ക് അല്ലാഹു മനുഷ്യരെ ഉയർത്തും എന്നാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ തെറ്റുകുറ്റങ്ങളൊന്നും ചെയ്യാതെ അല്ലാഹുവിനെ ഭയന്ന് ദുനിയാവില് നല്ല ജീവിതം നയിച്ചാൽ അവനെ അല്ലാഹു തആല വലിയാക്കും, അല്ലാഹുവിനോട് അടുത്ത ആളാക്കും. അത് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞതാണല്ലോ. അല്ലാഹുവുമായി അടുത്ത ആളുകളെ സംബന്ധിച്ച് അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നിശ്ചയം അല്ലാഹുവിന്റെ ആളുകൾ, അല്ലാഹുവിന്റെ ഔലിയാക്കൾ, അവർക്ക് ദുഃഖമില്ല കേട്ടോ, അവർക്ക് ടെൻഷൻ ഇല്ല, അവർക്ക് പ്രയാസമില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിലേക്ക് ഖൽബ് തിരിച്ച ആളുകൾക്ക് പിന്നെ ദുനിയാവിൽ എന്തെങ്കിലും പ്രയാസമുണ്ടോ? നിങ്ങൾ ദുനിയാവിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ഇല്ല. നിങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വായിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ അറിയില്ല. എല്ലാവരും ഞെട്ടിപ്പോയി. എന്താ ഞെട്ടാനുള്ള കാരണം? 35 വർഷം 39 വർഷം മെഡിക്കൽ മേഖലയിൽ സേവനം ചെയ്ത ഒരു ഡോക്ടർ, അയാളുടെ പേര് ഞാനിപ്പോ ഇവിടെ പറയണ്ടയില്ല, നിങ്ങൾ വാർത്തയിൽ വായിച്ച 3600 വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ട് അയാൾ. 3600 ആൾക്കാരെ കിഡ്നി മാറ്റിവെച്ചിട്ട് ഓല ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഡോക്ടറാണ് അയാൾ. കേരളത്തിലെ അറിയപ്പെട്ട യൂറോളജിസ്റ്റും വിദഗ്ധനും, അയാൾക്ക് തന്നെ ഒരുപാട് അസിസ്റ്റന്റും ശിഷ്യന്മാരും ഒക്കെ ഉണ്ട്. അങ്ങനത്തെ 39 കൊല്ലത്തെ അനുഭവ പരിചയത്തിൽ 3600 ആളുകളുടെ കിഡ്നി മാറ്റി വെച്ച ഡോക്ടർ അയാള് മെഞ്ഞാന്ന് തൂങ്ങി മരിച്ചാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ആത്മഹത്യ ചെയ്ത് കളഞ്ഞു അയാൾ. എന്ത് പറ്റിപ്പോയി? അല്ലാഹു അഅലം. നമ്മൾ ചിന്തിക്കണം, എത്ര വലിയ കഴിവുണ്ടായിട്ടെന്താണ്, എത്ര വലിയ സമ്പത്തുണ്ടായിട്ടെന്താണ്, എത്ര വലിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടെന്താണ്. ഒരു ഡോക്ടർ എന്നെല്ലാം പറഞ്ഞാൽ ഇത്രയും വലിയ വിദഗ്ധനായ ഡോക്ടർ, അയാൾക്ക് പൈസന്റെ കുറവുണ്ടോ? അയാൾക്ക് വാഹനത്തിന്റെ കുറവുണ്ടോ? വീടിന്റെ കുറവുണ്ടോ? ആളുകൾ കുറവുണ്ടോ? പരിചാരകന്മാരെ കുറവുണ്ടോ? അയാൾക്ക് എന്തിന്റെങ്കിലും കുറവുണ്ടോ? പിന്നെ എന്തിനാണ് അയാൾ ആത്മഹത്യ ചെയ്തത്? അല്ലാഹു അഅലം. പക്ഷേ ഒന്നിന്റെ കുറവുണ്ടാകും, മനസ്സമാധാനം.
മനസ്സമാധാനം. ആ മനസ്സിന്റെ സമാധാനം പണം ഉണ്ടായാൽ മാത്രമുണ്ടാവൂല, അധികാരമുണ്ടായാൽ ഉണ്ടാവൂല, ദുനിയാവില് വാഹനമുണ്ടായാലോ മറ്റുള്ള സൗകര്യങ്ങൾ ഉണ്ടായാലോ ദുനിയാവിന്റെ പ്രൗഢി ഉണ്ടായാലോ ഒന്നും സമാധാനമുണ്ടാവുകയില്ല. സമാധാനം ആർക്കാണ്? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മനസ്സിന് സമാധാനമുണ്ടാകുന്നത് അല്ലാഹുവിനെ ദിക്റ് ചൊല്ലുന്ന ആളുകൾക്ക് മാത്രമാണ്. അല്ലാഹുവിന്റെ ദിക്റിലൂടെ അല്ലാതെ, അല്ലാഹുവിനെ ഓർമ്മിക്കുന്നതിലൂടെ അല്ലാതെ സമാധാനമുണ്ടാവുകയില്ല. അതുകൊണ്ട് ദുനിയാവിലുള്ള ഒരു കാര്യവും നമുക്ക് ശാശ്വതമായ സമാധാനം നൽകൂല. അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമാണ് സമാധാനവും മനസ്സിന്റെ റാഹത്തും ഉണ്ടാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നല്ല സമാധാനം നൽകട്ടെ. അല്ലാഹുവിന്റെ ഔലിയാക്കളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞതാണ്, ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവർക്ക് ടെൻഷൻ ഇല്ല, അവർക്ക് ദുഃഖമില്ല, അവർക്ക് ഖേദമില്ല. ആ അവസ്ഥയിലേക്ക് നമ്മൾ മാറണം. അതിനാണല്ലോ പരിശുദ്ധ റമദാനിൽ ഇതുപോലെയുള്ള പരിശീലനങ്ങൾ അല്ലാഹു തആല നമുക്ക് നൽകുന്നത്. ഇബാദത്തുകൾ ധാരാളം ചെയ്ത്, അതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്ത് റബ്ബിലേക്ക് മനസ്സ് തിരിക്കാൻ നമ്മൾ ഒരുങ്ങണം. അപ്പോൾ അല്ലാഹു തആല നമുക്കും ഏറ്റവും വലിയ സമാധാനം തരും. നമുക്കൊരുപാട് സന്തോഷ വാർത്ത അതേ ഇവിടെ ദുനിയാവിൽ വെച്ച് തന്നെ ലഭിക്കുന്നുണ്ട്. അതാണ് സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു തആല പറഞ്ഞത്, വയുബശ്ശിറൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ ഹസനാ. ഈമാനോടെ ജീവിച്ച് നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ടോ അവർക്ക് ഏറ്റവും നല്ല പ്രതിഫലം അല്ലാഹു തആല തരും. അജ്റൻ ഹസന, ഏറ്റവും നല്ല പ്രതിഫലം തരും. അതെ, ഇവിടെ ജീവിക്കുമ്പോൾ തന്നെ മരിക്കുന്നതിന്റെ മുമ്പ് മലക്കുകൾ വന്നിട്ട് സന്തോഷ വാർത്ത തരുന്ന കുറെ ആളുകളുണ്ട്. അവരെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. മലക്കുകൾ വന്ന് സന്തോഷ വാർത്ത അറിയിക്കുന്ന കുറെ മുഅ്മിനീങ്ങളുണ്ട്. അവര് വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട്. 5 വിഭാഗം ആളുകളുടെ അടുത്ത് മലക്കുകൾ വന്നിട്ട് ദുനിയാവിൽ വെച്ച് തന്നെ സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബികളെ സംബന്ധിച്ച് പലരെയും സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചില്ലേ? അതുപോലെ മുഅ്മിനീങ്ങളെ ഇവിടെ ജീവിക്കുമ്പോൾ അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ച ആളുകൾക്ക് അല്ലാഹു തആല നൽകുന്ന സ്വർഗ്ഗത്തെ സംബന്ധിച്ച് അവര് മരിക്കുന്നതിന്റെ മുമ്പ് തന്നെ മലക്കുകൾ സന്തോഷം പറയുന്നുണ്ട്. അല്ലാഹു തആല അക്കൂട്ടത്തിൽ നമ്മളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഞാൻ ദീർഘിപ്പിച്ച്